السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين والعاقبة للمتقين. أما بعد. സമാദരണീയരായ സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ പാലിക്കേണ്ടവരാണ്. അള്ളാഹു ഹലാലാക്കിയതാണ് നമ്മൾക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുക. പ്രത്യേകിച്ച് നാം കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായി മാറണം. ഒന്നുകൂടെ പറഞ്ഞാൽ ഹലാല് മാത്രമല്ല, അത് ത്വയ്യിബുമാകണം. മഹാന്മാർ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഹലാല് അതേപോലെ തന്നെ ത്വയ്യിബുമാവുക, ഏറ്റവും പരിശുദ്ധമാവുക. തൻ്റെ അധ്വാനത്തിൻ്റെ അതല്ലെങ്കിൽ തൻ്റെ കൃഷിയുടെ മറ്റേതെങ്കിലും മേഖലയിൽ താൻ സമ്പാദിക്കുന്ന ഹലാലായ ത്വയ്യിബായ ഭക്ഷണമാവണം നമ്മൾ കഴിക്കേണ്ടത്. ഹറാമ് ഭക്ഷിക്കുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഒരു സമ്മാനമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾക്ക് വേണ്ടിയാണ് നാം വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും വിധേന ആ മക്കൾ ഹറാമ് ഭക്ഷിക്കുന്നവരായി മാറിയാൽ, നമ്മൾ എന്തൊരു ലക്ഷ്യത്തിനാണോ മക്കളെ വളർത്തിയത് അതിൻ്റെ നേരെ വിപരീതത്തിലേക്ക് അവർ മാറുമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കണം. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കുകയില്ല കേട്ടോ. സ്വർഗപ്രവേശനം സാധ്യമല്ല ഒരാൾക്ക്. ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, അയാളുടെ ശരീരം, അയാളുടെ മാംസം, അയാളുടെ ശരീരം വളർച്ച പ്രാപിച്ചത് സുഹ്ത്തിൽ നിന്നാണ്, ഹറാമിലൂടെയാണ്. അവിഹിതമായ മുതൽ തിന്നുകൊണ്ടാണ് അയാൾ വളർന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അന്നാറു ഔലാ ബിഹി, അയാൾക്ക് ഏറ്റവും അനുയോജ്യം നരകമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമിൽ തടിച്ചു വളർന്നവൻ, ഹറാമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തിയവർ യഥാർത്ഥത്തിൽ നരകത്തിലേക്കുള്ള വിറകുകൊള്ളികളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ സാരം. ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും കച്ചവടം ചെയ്യുന്നവരാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു തൊഴിലാണ് കച്ചവടം എന്ന് പറയുന്നത്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കി തന്നിരിക്കുന്നു. എന്നാൽ വഹറമർ റിബ, പലിശയെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. ഇത് രണ്ടും ചേർത്ത് വെച്ചത്, ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സുദീർഘമായി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഏതായിരുന്നാലും അള്ളാഹു ഹലാലാക്കിയ ഒരിടപാടാണ് കച്ചവടം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, പൂർവികരായ മഹാന്മാർ അവർ കച്ചവടം ചെയ്തത് നമ്മൾക്ക് കാണാൻ കഴിയും. കച്ചവടക്കാരുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചെറുപ്പകാലം മുതൽ കച്ചവടം ചെയ്ത ആളാണ്. ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുതലുമായിട്ട് അവിടുന്ന് ഷാമിലേക്കും മറ്റുമൊക്കെ കച്ചവടത്തിന് പോയത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് നബിമാർ കച്ചവടം ചെയ്തവരുണ്ട്. അപ്പൊ കച്ചവടം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഉപജീവന മാർഗമാണ്. എന്നാൽ ആ കച്ചവടം അതിൻ്റെതായ രീതിയിലല്ലെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറും. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല കച്ചവടക്കാരനെ വലിയ മഹത്വം കൊടുത്ത് അംഗീകരിച്ചത്. എന്താണ് നല്ല കച്ചവടക്കാരന് കൊടുത്ത അംഗീകാരം? അവിടെന്ന് പറഞ്ഞു, അത്താജിറുസ് സദൂഖുൽ അമീൻ. ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ്റെ യോഗ്യത, രണ്ട് യോഗ്യതയാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഒന്ന് അസ്സദൂഖ്,
സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ വെറും സത്യസന്ധനല്ല, നന്നായിട്ട് വളരെയധികം ശ്രമകരമാണ് സത്യസന്ധമായി കച്ചവടം ചെയ്യാൻ. ആ രീതിയിൽ സത്യസന്ധതയോടുകൂടെ കച്ചവടം ചെയ്തവൻ. അതേപോലെ അൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ. ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനെ അവിടെ എണ്ണിയത് മഅൻ നബിയ്യീൻ, അവൻ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ, വസ്സുദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ കൂടെ, വശുഹദാ, ശുഹദാക്കളുടെ കൂടെ ആയിരിക്കും നാളെയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും വലിയൊരു അംഗീകാരം ഇനി എന്താ പറയേണ്ടത്? സത്യസന്ധമായി വിശ്വസ്തയോടുകൂടെ കച്ചവടം ചെയ്തവൻ, അവൻ അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരവും വലിയൊരു മഹത്വവുമാണ്. അതൊരു വലിയ മഹത്വമാണ് എന്ന് നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ അതത്ര എളുപ്പമായിരിക്കില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം കേവലം ഒരു കച്ചവടം ചെയ്തത് കൊണ്ട് മാത്രം ഒരുത്തൻ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ശ്രേണിയിലേക്ക് ഉയരൂല. അവിടെ രണ്ട് വ്യവസ്ഥകൾ ആദ്യം പറഞ്ഞു. അവൻ സദൂഖാവണം, അവൻ അമീനാവണം, വിശ്വസ്തനാവണം, സത്യസന്ധനാവണം. എവിടെയും ചതിയോ വഞ്ചനയോ കടന്നു വരാത്ത വിധം അവന് കച്ചവടം നടത്താൻ സാധിക്കണം. അതല്ലാത്ത വിധത്തിലാണെങ്കിലോ പരിശുദ്ധ ഖുർആൻ വലിയ താക്കീത് നൽകുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായി പരിശുദ്ധ ഖുർആനിലെ 83-ാമത്തെ അധ്യായം, ആ അധ്യായത്തിന്റെ പേരു തന്നെ അൽ മുത്തഫിഫീൻ എന്നാണ്. സൂറത്തുൽ മുത്തഫിഫീൻ. നിങ്ങളൊന്ന് ഓതി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ? അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർ. ഒരധ്യായത്തിന്റെ പേര് തന്നെ അതാണ്. ആ അധ്യായം തുടങ്ങുന്നത് വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു വൈലുൻ, മഹാനാശം, വമ്പിച്ച നാശം, ലിൽ മുത്തഫിഫീൻ, അളവിൽ കുറവ് വരുത്തുന്നവർക്കാണ്, കൃത്രിമം നടത്തുന്നവർക്കാണ് വമ്പിച്ച നാശമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇനി നോക്കൂ, തൊട്ടടുത്ത ആയത്തിൽ എങ്ങനെയാണ് അവർ കൃത്രിമം കാണിക്കുന്നത്? എങ്ങനെയാണ് അവർ അളവ് തൂക്കത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്നത്? അല്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ് മഹാനാശം, ഒരു വിഭാഗം ആളുകൾക്കാണ് മഹാവിപത്ത്. എന്താണ് അവരുടെ പ്രത്യേകത? ഇദക്താലു അലന്നാസ്. വളരെ കൃത്യമായി ഖുർആൻ പറയാൻ, അവർ ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നു വാങ്ങുകയാണെങ്കിൽ, അവർക്ക് ലഭിക്കാനുള്ളത് അവരങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ, യസ്തൗഫൂൻ, അവർ കംപ്ലീറ്റ്, തികച്ചും പൂർണ്ണമായും കൃത്യമായും അവർ ഇങ്ങോട്ട് അളന്നു വാങ്ങും. അതേ സമയത്തോ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, ജനങ്ങൾക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയാണെങ്കിലോ അവരവിടെ കുറവ് വരുത്തും, അവരവിടെ പോരായ്മകൾ വരുത്തും. അളന്നു കൊടുക്കുകയാണെങ്കിലും തൂക്കി, ഔ വസനൂഹും, അവർ ജനങ്ങൾക്ക് തൂക്കി കൊടുക്കുകയാണെങ്കിലും, യുഖ്സിറൂൻ, അവർ അവിടെ കുറവ് വരുത്തും. ഇങ്ങനെ ചെയ്യുന്ന കച്ചവടക്കാർ, അവർക്കാണ് വമ്പിച്ച നാശമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ ചോദിക്കുന്നു, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. ഇങ്ങനെ കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അലാ, അവരറിയുന്നില്ലേ? അന്നഹും മബ്ഊസൂൻ, ഉലൈക അന്നഹും മബ്ഊസൂൻ, അത്തരക്കാർ അവരുടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിങ്കൽ വരുമെന്ന്, പുനർജന്മം നടക്കുന്ന ദിവസം അവരും വരുമെന്നവർ വിചാരിക്കുന്നില്ലേ? ഈ കൃത്രിമം ആരും കാണുന്നില്ല എന്നവർ വിചാരിച്ചോ? ഇതാരും അറിയുന്നില്ല എന്നവർ മനസ്സിലാക്കിയോ? അവർ നമ്മുടെ മുന്നിൽ വരേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വളരെ വലിയ മഹത്വം തന്നു. ഞാൻ ആദ്യം അത് പറഞ്ഞു. നബിമാരടക്കം കച്ചവടം ചെയ്തു. ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് ഒരുപാട് യോഗ്യതകളല്ല ഹദീസിൽ പറഞ്ഞത്, രണ്ടേ രണ്ട് യോഗ്യതകളാണ്, സത്യസന്ധതയും വിശ്വസ്തതയും. ഇത് രണ്ടും എന്ന് നമ്മിൽ നിന്ന് കൈമോശം വരുന്നുവോ അന്ന് നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് പറ്റിയ പണിയല്ല കച്ചവടം എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോ ഒരു നയാ പൈസ നമ്മൾക്ക് കുറയാൻ പാടില്ല. എന്നാൽ ജനങ്ങളുടെ അവകാശമാണ്, ഒരു കസ്റ്റമറുടെ അവകാശം, നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോ അവിടെയും അതേ മാനദണ്ഡം ഉണ്ടാവണം. അത് തൂക്കി കൊടുക്കുമ്പോഴാവാം, അത് അളന്നു കൊടുക്കുമ്പോഴാവാം, അതല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിയിട്ട് അവന് ബാലൻസ് തിരിച്ചു കൊടുക്കുമ്പോഴുമാവാം.
ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങുകയും ഒരു കസ്റ്റമർക്ക് അങ്ങോട്ട് കിട്ടാനുള്ള അവകാശത്തിന് അയാളുടെ മുഖത്ത് പോലും നോക്കാതെ ഒരു ഭരണിയിൽ നിന്ന് 4 മുട്ടായി എടുത്ത് കയ്യിലിട്ട് കൊടുത്ത് നമ്മൾ നമ്മളുടെ വഴിക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവനത് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ആ മിഠായി നാളെ ബാധ്യതയായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് മാത്രം. കസ്റ്റമറോട് വളരെ മാന്യമായി, വളരെ ബഹുമാനത്തോടുകൂടെ നമ്മൾ പെരുമാറണം. നമ്മളൊരു വിശ്വസ്തനാണെന്ന്, നമ്മളൊരു സത്യസന്ധനാണെന്ന് അയാൾക്ക് ബോധ്യമാവണം. നാളെ അയാൾ അല്ലാഹുവിങ്കൽ സാക്ഷി പറയണം, ഇന്ന കച്ചവടക്കാരൻ അയാൾ കൃത്യമാണ്, അയാൾ നല്ല മാന്യനാണ്, അയാൾ നീതിമാനാണ് എന്ന് ജനങ്ങൾ അല്ലാഹുവിനോട് സാക്ഷി പറയുന്ന കച്ചവടക്കാരിൽ നമ്മൾ ഉണ്ടാവണം. വളരെ സൂക്ഷിക്കണം. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 35-ാമത്തെ ആയത്ത്, വഔഫുൽ കൈല ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. വഔഫുൽ കൈല ഇദാ കിൽതും, നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ അളവ് പൂർണ്ണമാക്കി കൊടുക്കണം, പൂർത്തിയാക്കി കൊടുക്കണം. ഒരിത്തിരി കൂടിപ്പോയാലും കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് അത് മുസ്തഖീമായിരിക്കണം, വളരെ കൃത്യമായിരിക്കണം. അതിന് ഗവൺമെന്റ് വെക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. നിശ്ചിത ഇടവേളകളിൽ അത് ഗവൺമെന്റിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത് കൃത്യമാണ് എന്ന് സീൽ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ മുസ്തഖീമായ ത്രാസ് കൊണ്ടായിരിക്കണം നിങ്ങൾ തൂക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു സുമാറ് തൂക്കവും സുമാറ് അളവുമായി മാറിയാൽ ഓരോ തുള്ളിക്കും നാളെ കണക്ക് പറയേണ്ടി വരിക തന്നെ ചെയ്യും. നമ്മുടെ കസ്റ്റമറുടെ ഒരവകാശമെങ്ങാനും നമ്മൾ കാരണമായി നിഷേധിക്കപ്പെട്ടു പോയാൽ അതൊരനീതിയായി മാറും. നമ്മളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ളതാണ്. ഇനി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹം ലോകത്ത് കടന്നുപോയിട്ടുണ്ടായിരുന്നു. അത് മഹാനായ നബിയുല്ലാഹി ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയായിരുന്നു. തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിക്കാനുണ്ടായ കാരണം അവർ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിച്ചത് കൊണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആയതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യരോട് വളരെയധികം സ്നേഹത്തോടുകൂടെ ഞാൻ പറയാൻ, അസ്സദൂഖുൽ അമീൻ എന്ന ശ്രേണിയിൽ പെട്ടുകൊണ്ട് അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ ഉണ്ടാവാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഒരു രീതിയിലുള്ള വഞ്ചനയും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. സാധനങ്ങൾ റീബ്രാൻഡ് ചെയ്യുക, ലോക്കൽ സാധനങ്ങൾ ഉയർന്ന ശ്രേണിയിലുള്ള കമ്പനിയുടെ പാക്കിലേക്ക് മാറ്റിമറിക്കുക, റീപാക്ക് ചെയ്യുക. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒറിജിനലാണെന്ന് പറഞ്ഞ് കച്ചവടം നടത്തുക, ന്യൂനതകൾ മറച്ചു വെക്കുക. അതേപോലെ തന്നെ മിക്സ് ചെയ്യുക, നല്ലതും ചീത്തയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉന്നത മൂല്യമുള്ളതിന്റെ വിലക്ക് വെക്കുക. പഴകിയ സാധനങ്ങൾ കൊടുക്കുക. ജനങ്ങൾക്ക് ഭക്ഷണം കച്ചവടം ചെയ്യുന്നവർ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. പഴകിയ ഭക്ഷണങ്ങൾ കൊടുക്കുക, അത് പുതിയതാണെന്ന് വരുത്തി തീർക്കുക. കാലപ്പഴക്കമുള്ള സാധനങ്ങൾ പുതിയതാക്കി മാറ്റിയിട്ട് മറിച്ചു കൊടുക്കുക. ഇതൊക്കെയും ഒരുപക്ഷെ വളരെ ഗൗരവമുള്ള, ഒരുപക്ഷെ എന്നല്ല ഗൗരവമുള്ള തെറ്റുകളായി മാറും. നോക്കൂ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ അലാ സുബറത്തി തആമിൻ, ഒരു ഭക്ഷണം, ഒരു ധാന്യം കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ്റെ അടുത്തുകൂടെ അവിടെ നിന്ന് നടന്നുപോയി. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അങ്ങനെ നടന്നുപോയപ്പോൾ ഫഅദ്ഖല യദഹു ഫീഹാ, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ സകലമാന വിഷയങ്ങളിലും ഇടപെടുന്ന ആളാണ്. അവിടുന്ന് എല്ലാ വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിക്കാൻ അർഹതപ്പെട്ട ആളാണ്. ആ കച്ചവടക്കാരൻ്റെ അടുത്തെത്തിയപ്പോ അരി ഇങ്ങനെ, അല്ലെങ്കിൽ ഗോതമ്പ് കൂമ്പാരമാക്കി വെച്ചതിന്റെ ഉള്ളിലേക്ക് അവിടുന്ന് കൈയൊന്ന് കടത്തി. അങ്ങനെ കടത്തിയപ്പോ ഫനാലത്ത് അസാബിഹു ബലല, അവിടുത്തെ കയ്യിൽ നനവ് വന്നു. ഒരു കാരണവശാലും അങ്ങനെ നനവ് വരാൻ പാടില്ല. നനവ് വന്നപ്പോ ഫഖാല മാ ഹാദാ യാ സാഹിബത്ത് തആം, അവിടുന്ന് ചോദിച്ചു, എന്താടോ എൻ്റെ കൈ നനഞ്ഞല്ലോ, എന്തുകൊണ്ടാണ്? ഇതിന്റെ മുകളിൽ നനവ് ഞാൻ കണ്ടില്ല, ഞാൻ അതിന്റെ ഉള്ളിൽ കൈയിട്ടപ്പോ നന്നായി എൻ്റെ കൈ നനഞ്ഞല്ലോ. ഖാല, അയാൾ പറഞ്ഞു, അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, പെട്ടെന്ന് മഴ പെയ്തതാണ് നബിയെ. അപ്പൊ അത് നനഞ്ഞുപോയി. ആ നനഞ്ഞത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ മുകളിൽ ഉണങ്ങിയ ധാന്യമിട്ട് പൊതിഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
അവിടുന്ന് വളരെ ദേഷ്യത്തോടുകൂടെ ചോദിച്ചു, അഫലാ ജഅൽതഹു ഫൗഖ ത്വആം, ഇനി അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ തന്നെ നിനക്കത് മുകളിൽ തന്നെ ആക്കിക്കൂടായിരുന്നോ? കയ്യറാഹുന്നാസ്, കസ്റ്റമർ അത് കാണട്ടെ. ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് നിനക്ക് പറയാലോ, നീ എന്തിനാണ് ജനങ്ങളെ വഞ്ചിച്ചത്? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മൻ ഗശ ഫലൈസ മിന്നി. വളരെ കടുത്ത ഒരു വാക്കാണ്. മൻ ഗശ, ആര് വഞ്ചന നടത്തിയോ, ഫലൈസ മിന്നി, അവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവന് സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ അവന് ശഫാഅത്ത് പറയാൻ വരില്ല. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. സത്യസന്ധമായിരിക്കണം നമ്മളുടെ കച്ചവടം, നീതിയുക്തമായിരിക്കണം നമ്മുടെ കച്ചവടം. ഹലാല് മാത്രം ഭക്ഷിക്കണം, ഹലാലിയെ മാത്രമല്ല അത് ത്വയ്യിബുമാവണം. ഇനി ഒരു കാര്യം ഞാൻ പറയാം, കച്ചവടം ചെയ്യുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കുത്തക കമ്പനികൾ നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ മുഴുവനും വരിഞ്ഞു മുറുക്കിയ ഒരു കാലം. ഓൺലൈനിൽ നമ്മൾക്ക് മാർക്കറ്റിൽ ഒരു വസ്തുവിന്റെ കോസ്റ്റിനേക്കാളും കുറഞ്ഞ വിലയിൽ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തുന്ന ഒരു കാലത്താണ് ബഹുമാന്യരായ കച്ചവടക്കാർ ഈ മേഖലയിൽ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് നിങ്ങൾ സത്യസന്ധരാകുമെങ്കിൽ നിങ്ങളെക്കാൾ മഹത്വം മറ്റാർക്കുമില്ല. അല്ലാഹു തആല ആ രീതിയിൽ കച്ചവടം ചെയ്യുന്ന സിദ്ദീഖീങ്ങളുടെ, അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ കൂടെ നാളെ ചേർന്നു നിൽക്കാൻ പറ്റുന്ന കച്ചവടക്കാരിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഹലാലായ രീതിയിൽ കച്ചവടം ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.